ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. കിഷോറേട്ടൻ വരാൻ ലേറ്റ് ആയല്ലേ? മോഹന, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ കുറച്ചു മുമ്പ് സംസാരിച്ചതൊക്കെ സത്യമാണോ? സത്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മ നല്ല വിഷമത്തിലായിരുന്നു. അതിനെല്ലാം കാരണക്കാരത്തി അവളാ, ആവണി. വെറുതെ ഓരോന്ന് പറയല്ലേട്ടാ. എന്റെ മാത്രമല്ല, നിന്റെ അങ്ങടെ അമ്മയെ പോയത്. എടാ, അമ്മ അവളും തമ്മിൽ എപ്പോഴും വഴക്കല്ലായിരുന്നു. അവൾ അമ്മയെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയില്ലായിരുന്നു. ഏട്ടത്തി ജോലിക്ക് പോവാൻ ഇറങ്ങിയതാ. ഞാനപ്പോ അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് താഴേക്ക് വരുമായിരുന്നു. ഏട്ടത്തിയെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, അമ്മ 2 ദിവസമായി ഭക്ഷണവും മരുന്നൊക്കെ കഴിച്ചിട്ടെന്ന്. കേട്ട ഉടനെ ഏട്ടത്തി പറയാ, ആഹാ എന്നാ അതൊന്ന് കാണണല്ലോന്ന്. അത് പറഞ്ഞ അമ്മയുടെ അടുത്തേക്ക് മുകളിലേക്ക് പോയതാ. അവിടെ ചെന്ന് അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു കാണും. അമ്മയെ നല്ലോണം വേദനിപ്പിച്ച് കാണും. അത് അമ്മ കേട്ടോടാ. ഇനി ഇതും കള്ളോണം നീ പറയോ? പറയോടാ. തെറ്റല്ല എന്റെ ഭാഗത്താണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കാൻ തയ്യാറായവനാ ഞാൻ. അവൾക്ക് എന്നോട് ക്ഷമിക്കാൻ കുറച്ച് സമയം കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞതാ. ആ അമ്മയുടെ മനസ്സ് അവൾക്ക് കാണാൻ പറ്റില്ലല്ലോടാ. ആ അതെ, ഇവരാണ് സുധ, ആവണിയുടെ അടുത്ത കൂട്ടുകാരി. നിങ്ങൾ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ, ദൈവം പകരം ചോദിക്കുകയോ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ആവണി അവള് പകരം ചോദിക്കും. അമ്മ എന്തോ തെറ്റ് ചെയ്ത പോലെ ഇവളെന്റെ അമ്മയോട് പകരം ചോദിച്ചു. ഇവളെന്റെ അമ്മയെ കൊന്നു. നിങ്ങൾ എന്തൊക്കെയാ മോഹനെ ഈ പറയുന്നത്? ആവണി, എന്റെ ചേച്ചിയുടെ ആത്മാവിന് ശാന്തി കിട്ടാതെ ഇവിടെ കിടന്ന് അലയുന്നുണ്ടാവും. നീ കരയും, നിന്നെ ഇഞ്ചിഞ്ചായിട്ട് ഞാനില്ലാതാക്കും. എന്നിട്ടേ ഈ മായാവതി മാളിയേക്കൽ തറവാട് വിട്ടു. നീ അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്. എനിക്ക് ചേച്ചിയേക്കാൾ വലുതല്ല എന്റെ ബിസിനസ്. ചേച്ചി ആയിരുന്നെങ്കിലും എനിക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനത്തായിരുന്നു. ആ യശോദാമ്മയാണ് ഇവളെ ഇല്ലാണ്ടാക്കിയത്. ഇവളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യും. വായിച്ചി നിക്കടിയോടാ. നിനക്കെന്നെ ശരിക്കും അറിയില്ല? അറിയില്ല. ഇവിടെ നിന്ന് എന്റെ നാശം കണ്ടിട്ടേ പോകുന്നല്ലേ പറഞ്ഞത്. വഴിയെ വിശദമായിട്ട് പരിചയപ്പെട്ടോളാം. നീ വാവണി. അവളിങ്ങനെ മായേ, അവൾ അങ്ങനെയൊന്നും അടങ്ങൊന്നുമില്ല. അവൾ അടങ്ങും.
യശോദാമ്മയല്ല, ഈ മായാവതി. അവളെ ഞാൻ അടക്കും. മോളെ കിട്ടുന്ന വാണ്ടിക്ക് കയറി പോരെ. മരണത്തിനോ നീ വന്നില്ല. നേരെ യശോദമ്മയുടെ വീട്ടിലേക്ക് പോരെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവണി. ഈ മായാവതി എന്തിനുള്ള പുറപ്പാടാ? എന്തു പറ്റി? ആ മായാവതിയെ ഇവളാണ് യശോദാമ്മയുടെ മരണത്തിന് കാരണമെന്നും പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇത് വലിയ കഷ്ടായില്ലോ. അവരെ നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂലേ? അച്ഛാ, അവരൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന ജനസൊന്നും അല്ലെന്നേ. ഭർത്താവ് വരെ പേടിച്ചാ നിൽക്കുന്നത്. അർജുന, നീ ഇത് എവിടെയാ? എത്ര പ്രാവശ്യം നിന്നെ വിളിക്കുന്നു? യശോദാമ്മ മരിച്ചു. ആ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. നിന്റെ അമ്മ നല്ല ചൂടിലാട്ടോ. ഞാൻ ജസ്റ്റ് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. ശരി ശരി, പെട്ടെന്ന് എത്ത്. ഹലോ, ഒരു മിനിറ്റ്. പേരെങ്ങനെയായിരുന്നു? കിഷോർ കുമാർ. കിഷോറെ, കിഷോറിന്റെ ഭാര്യ മായാവതി ആവണി വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആവണി അല്ല യശോദാമ്മയുടെ മരണത്തിന് കാരണം. ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മായയുടെ ചേച്ചിയാണ് മരിച്ചത്. അത് മായ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ചേച്ചി. അതുകൂടാതെ ഇപ്പോഴല്ലേ ആവണി മായയെ വെല്ലുവിളിച്ചത്. അതോടെ ആവണിയുടെ കഷ്ടകാലം തുടങ്ങിയത് ഞാൻ. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ ആവണിയോട് പറയണമെന്നുണ്ട്. പക്ഷെ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ആവണിക്ക് രക്ഷയില്ല. കിഷോറെ, കിഷോർ പറഞ്ഞ മായാവതി കേൾക്കൂലേ? ആ ബെസ്റ്റ്. മായാവതി പറഞ്ഞ കിഷോർ കേൾക്കും, കിഷോർ പറഞ്ഞ മായാവതി കേൾക്കൂല. അതാ സ്ഥിതി. അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. വിധിയായിട്ട് കാണുക. അല്ല, ഞാൻ അങ്ങനെയാ കാണാറ്. എന്തൊക്കെ കഷ്ടമാണിത്. അത് പോട്ടെ ചേച്ചി, വിട്. എന്തായാലും ഞാൻ ഇവിടെ തന്നെയല്ലേ ജീവിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായേ പറ്റുള്ളൂ. വരുന്നിടത്ത് വെച്ച് കാണും. ആവണി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ചേച്ചി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. അച്ഛാ, അമ്മ ഇറങ്ങും. ത്രിവേണി നാളെ എത്തും. അവളുടെ പരീക്ഷ കഴിഞ്ഞല്ലോ. ഇന്ന് അവിടുന്ന് തിരിക്കും. മോളെ ആവണി, അമ്മയ്ക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ടടാ. എനിക്ക് പേടിയില്ലമ്മ. എനിക്ക് എന്തേലും ഒരു പ്രയാസം വന്നാൽ യശോദമ്മ കൂടെ കാണും. അതെൻ്റെ ഒരു വിശ്വാസം. ചേച്ചിയുടെ ഫോട്ടോ എന്നും ഇവിടെ കാണണം. എനിക്കിതെപ്പോഴും കാണണം. ചിരിച്ച മുഖത്തോടെ മാത്രം ഞാൻ എൻ്റെ ചേച്ചീനെ എന്നും കണ്ടിട്ടുള്ളൂ. ഇത്രയും പെട്ടെന്ന് അമ്മ എന്നെ വിട്ടുപോകുന്നു ഞാൻ ഓർത്തില്ല. എന്റെ കുഞ്ഞിനെ പ്രസവിച്ച് അമ്മയുടെ കയ്യിലൂടെ തരണമെന്ന് പറഞ്ഞിട്ട് ചേച്ചിയും ഇപ്പൊ ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നുണ്ടാവും, അവളുടെ നാശം.
എന്തൊക്കെ വന്നാലും ഞാനിവിടെ ഉണ്ടാവും. അമ്മ പറഞ്ഞ പോലെ എന്ത് പ്രശ്നം ഉണ്ടായാലും മോഹനേട്ടനോട് ഞാൻ ക്ഷമിക്കും. എന്ത് സംഭവിച്ചാലും ഞാനിവിടുന്ന് പോവില്ല. മോഹന, ആരെയൊക്കെ നോവിച്ചാലാണ് അവക്ക് വേദനിക്കണമെന്ന് എനിക്കറിയണം. എന്റെ കൂടെ ഉണ്ടാവണേ അമ്മ. എനിക്കിവിടെ അമ്മ മാത്രമേ കൂട്ടുള്ളൂ. ആ ആവണി ഒറ്റയ്ക്കാകണം. അവളെ നാശം എനിക്ക് കാണണം. മായ, ഇതൊക്കെ നമ്മുടെ വെറും തോന്നലായിരിക്കും ചിലപ്പോ. നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാ ഇല്ലല്ലോ. ഇടയ്ക്കേറി സംസാരിക്കാം കേട്ടോ. സോറി. മായ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അവിടെ തോപ്പിക്കാൻ. ഒന്നും നടന്നില്ലെങ്കിൽ ആ ആവണിയെ എന്റെ കൈകൊണ്ട് ഞാൻ ഇല്ലാണ്ടാക്കും. ആ കൊള്ളാലോ. ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ ആണല്ലോ. നീ ആ ആവണിയുടെ അനിയത്തിയല്ലേ? അതെ, ത്രിവേണി. ഇവിടെ ഒരു മരണം നടന്നല്ലേ ഉള്ളൂ. അതിന്റെ സഞ്ചയനെങ്കിലും ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് പോരെ ബാക്കി പദ്ധതികളും പ്ലാനിങ്ങും ഒക്കെ. എല്ലാരും നല്ല വിഷമത്തിലാണെന്നറിയാം. ഞാനും അതിൽ പങ്കുചേരാൻ വന്നതാ. പരീക്ഷ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാൻ ചേച്ചി ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഒന്നിനെ കൊണ്ട് എന്നെ പുറഞ്ഞുകൂട്ടിയിരിക്കുക. അപ്പോഴാ അണിയത്തിയെ കൂടെ കെട്ടിയെടുത്തത്. നീ ഒന്ന് ചുമ്മാതെ അഞ്ജു. ഞാൻ ആരെയല്ലേ പറഞ്ഞത്? അഞ്ജു, എന്താ മായമ്മ? നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ചേച്ചിയുടെ കയ്യിൽ കൊടുക്കാന്ന് പറഞ്ഞിരുന്നോ? അല്ലേ? അതെ. എന്നിട്ട് നീ ഗർഭിണിയാണെന്ന് ചേച്ചിനെ കള്ളം പറഞ്ഞ് പറ്റിച്ചു. അത് പറഞ്ഞ് ചേച്ചി ഒരുപാട് വിഷമിച്ചു. അത് മായമ്മ, ഞാൻ എന്റെ സാഹചര്യം കൊണ്ട്. നീ എന്റെ ചേച്ചിക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം. എന്നിട്ട് നീ ആ കുഞ്ഞിനെ എന്റെ കയ്യിൽ തരണം. പറഞ്ഞത് കേട്ടോ? ചേച്ചി ജീവിച്ചിരുന്നപ്പോ ചേച്ചിയെ വേദനിപ്പിച്ചവരുടെ വേദന കണ്ട് എന്റെ ചേച്ചിയുടെ ആത്മാവ് സന്തോഷിക്കണം. ഞാൻ ഗർഭിണിയായിട്ട് അമ്മയുടെ ആത്മാവ് സന്തോഷിച്ചത് തന്നെ. എന്താണ് നീ പറഞ്ഞത്? ഒന്നുമില്ല. അമ്മയുടെ ആത്മാവിന് സന്തോഷം കിട്ടട്ടെ. ഞാൻ മായ്മ പറഞ്ഞ പോലെ ചെയ്തോളാം. ചേച്ചി, നീ ഇപ്പൊ എത്തിയുള്ളൂ. ഇവിടെ എന്താ വലിയ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ടല്ലോ. പ്രശ്നോ?
എന്ത് പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലാതെയാണോ താഴെ ചേച്ചിനെ കൊല്ലാനുള്ള പ്ലാനിങ് ഒക്കെ നടക്കുന്നത്? എല്ലാനും ആ മായാവതി, ഞാൻ അത് കേട്ടോണ്ടാ കയറി വന്നത്. ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട്. നീ എന്തിനാ മോളെ അവരോട് ഓരോന്ന് പറയാൻ നിൽക്കുന്നത്? നീ അവര് നിന്നോടും കൂടെ ദേഷ്യം വെക്കാനോ? ഓ അതൊന്നും സാരില്ല ചേച്ചി, എന്നെ കൊണ്ട് അവരുടെ മോനൊന്നും കെട്ടിക്കാൻ പോണില്ലല്ലോ. കുറച്ച് ദേഷ്യം ഇരുന്നോട്ടെ. ഒരു മാറ്റവും ഇല്ല നിനക്ക്. ആഹാ, നീ വന്നായിരുന്നോ? ഞാൻ ദാ ഇപ്പൊ എത്തിയുള്ളൂ അമ്മ. അവണി, എൻ്റെ പെങ്ങള് ഭവാനിക്കൊരു വയ്യായിക, ഹോസ്പിറ്റലിലാ. ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അതെയോ? എന്നാ ശരി അച്ഛാ, പോയിട്ട് വാ. ആ മോളെ, നിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ ഇവളോട് 2 ദിവസം ഇവിടെ നിൽക്കി. എന്തിന്? അമ്മ പോകുമ്പോ അവളെയും കൂടെ കൂട്ടിക്കോ. അവളിവിടെ നിൽക്കൊന്നും വേണ്ട. നീ അല്ലല്ലോ തീരുമാനിക്കുന്നത്. അവൾ എന്തായാലും ഇവിടെ നിൽക്കും. നിൽക്കുക കേട്ടോ. ഓക്കെ അമ്മ. ആ, എന്നാ ഇറങ്ങാം. ഇപ്പൊ ഇറങ്ങിയാ രാത്രിക്ക് മുമ്പ് വീട്ടിലെത്താം. പോട്ടെ മക്കളെ. ത്രിവേണി, നിന്റെ സ്വഭാവം അറിയുന്നോണ്ട് ഞാൻ പറയാ, നീ അമ്മയുടെ കൂടെ പോകുന്നതാ നല്ലത്. എന്തായാലും ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം ഞാനിവിടെ കാണുന്നുണ്ട്. അതോടെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യും പ്രകാശേട്ടാ? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? ഞാൻ എപ്പോൾ ചോദിച്ചാലും നീ എന്താ പറയാറ്? അധികം ആലോചിച്ച് തലമുണ്ടാക്കണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ആലോചിക്കാൻ നിൽക്കുന്നില്ല. ഒരാപത്ത് വരുമ്പോ കൈവിടല്ലേ പ്രകാശേട്ടാ? നീ ആയിട്ട് വരുത്തി വെച്ചതല്ലേ? പ്രകാശേട്ടാ, നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഞ്ഞമ്മയോട് പറയോ എനിക്ക് പ്രസവിക്കാൻ പറ്റില്ലാന്ന്? നീ നിന്റെ കാര്യം നോക്കി പോയേ. കുഞ്ഞമ്മയെ പറ്റി നിനക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. യക്ഷിയാണ് യക്ഷി. കുഞ്ഞമ്മയെ വെച്ച് നോക്കുമ്പേ അമ്മയൊക്കെ പാവാ. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടേ പറഞ്ഞതാ പ്രകാശേട്ടാ. നീ എന്നൊരു കാര്യം ചെയ്യ്, നിർത്തിയ പ്രസവേ റീസ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക്. നിങ്ങൾ കളിയാക്കുവാണോ? എടി, ഒരാളെ ദ്രോഹിക്കുമ്പേ നീ ഓർക്കണായിരുന്നു ഇതെന്തെങ്കിലും നിനക്കും തിരിച്ചു കിട്ടുമോ. കുഞ്ഞമ്മ നിന്നെയും കൊണ്ടേ പോവുള്ളൂ. അതുകൊണ്ട് നീ തന്നെ പരിഹാരം കണ്ടുപിടിച്ചു. കുരുട്ടുബുദ്ധി മാത്രമല്ലേ ഈ തലയിലുള്ളൂ. നീ ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും വഴി കാണും. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല ദേവു, മോള് പോയി കളിച്ചോ. കാര്യം പറ അമ്മ, എന്താ വഴിയുണ്ടോ ഞാൻ പറഞ്ഞുതരാം. നിന്റെ അച്ഛന്റെ വക ഇപ്പൊ കഴിഞ്ഞിട്ട് പോയേ ഉള്ളൂ. ഇനി മോളായിട്ട് വീണ്ടും തുടങ്ങല്ലേ? ഓ ശരി. ദേവു, മോളിങ് വന്നേ. എന്താ അമ്മ? മോൾ അമ്മയുടെ കൂടെ ഒന്ന് വരുവോ? എവിടെ? മായമ്മയെ കാണാൻ. എന്തിന്? അമ്മയ്ക്ക് മായമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. മോളെ കൂടി കണ്ടാ മായമ്മക്ക് ദേഷ്യം വരില്ല? ഞാനൊന്നുമില്ല. അങ്ങനെ പറയല്ലേ, അമ്മയുടെ കുട്ടിയല്ലേ, അമ്മയുടെ ചക്കര മോളല്ലേ. ഞാൻ വരുന്നില്ല. അമ്മയുടെ പൊന്നല്ലേടാ. വാ. ഇത് ഞാനാ കിഷോറേട്ടാ, അഞ്ചുവാ. മനസ്സിലായി. ഞാൻ എങ്ങും പോകില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. ചേച്ചി കരയുന്നത് എനിക്ക് കാണാം. ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന ഇതെങ്ങനെ? അങ്ങനത്തെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. പേടിക്കാനൊന്നുമില്ല. അമ്മ മായമ്മയോട് എന്താ പറയാൻ വന്നതല്ലേ? പറയുന്നില്ലേ? ആ ബെസ്റ്റ്. ചെല്ല് ചെല്ല്. ഇപ്പൊ പറഞ്ഞാൽ ശരിയാവൂല, ഞാൻ പിന്നെ പറഞ്ഞോളാം. പേടിക്കണ്ട, ആദ്യമായിട്ട് കാണുന്നുണ്ടോ? മായമ്മയ്ക്ക് വട്ടുണ്ടോ?
കുറച്ച് ലേശം. അമ്മ അമ്മ ഒറ്റക്ക് സംസാരിച്ചാ മതി, ഞാനങ്ങൂല്ല. ഏയ് ഒന്നുമില്ലെന്നേ, പേടിക്കാനൊന്നുമില്ല. കുറച്ച് ദിവസത്തേക്ക് വന്നതാണ്. ആ, ഒരു ഫാമിലി എമർജൻസി. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അല്ല, എന്നെ കിട്ടിയില്ലെങ്കിൽ കിഷോറിനെ വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ, ശരി. ആരാ? ഞാൻ അമ്പിളി, ആവണിയുടെ ഫ്രണ്ടാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? ആ, നിന്നെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. മോഹന, ഇതാരാ? ഇവനാണ് അമ്പിളി, ആവണിയുടെ കൂട്ടുകാരൻ. ഇവൻ ഒറ്റൊരുത്തൻ കാരണം ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്നറിയോ? ഇവനും ആവണിയും കൂടി അമ്മേനെ വായിത്തൊന്നിയൊക്കെ വിളിച്ചു പറയുന്നത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അതോർത്ത് അമ്മ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അമ്പിളി, എന്താടാ അവിടെ നിന്ന് കളഞ്ഞ? കയറി വാ, നിന്നെ ചടങ്ങിനും കണ്ടില്ലല്ലോ. കണ്ടാ, ചടങ്ങിന് വന്നില്ലല്ലോ. ഇവനെ കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നു നമുക്ക്. എന്നിട്ട് ചടങ്ങിന് വന്നില്ല പോലും. എന്നാ അമ്പിളി പൊക്കോ. പറഞ്ഞത് മനസ്സിലായില്ലേ? പൊക്കോളെ. അവൻ എന്നെ കാണാൻ വന്നാ? നീ കയറി വേടാ. ഓഹോ, അത്രയ്ക്ക് ധൈര്യം. എന്നാ അകത്തേക്ക് കയറി നോക്ക്. നീ കയറി വേടാ. ഇല്ലടി, ഞാൻ ഇറങ്ങുക. വെറുതെ ഒരു വഴക്ക് വേണ്ട. ആ, അമ്പിളി ചേട്ടാ, കേറി വാ. ഏയ്,